ഹിന്ദുവേട്ടയിൽ ബംഗ്ലാദേശിനെതിരെ അതിരൂക്ഷമായ നീക്കവുമായി ഇന്ത്യ. തുടർച്ചയായി രണ്ടാം തവണയും ഹിന്ദു യുവാവിനെ ജനക്കൂട്ടം തല്ലിക്കൊല്ലുകയും അതിന് ഇസ്ലാമിക തീവ്രവാദികൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദികൾ കൂട്ടുനിൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെ കർശനമായ നടപടിക്ക് ഇന്ത്യ ഭരണകൂടം ഒരുങ്ങുന്നതായുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. RSSന്റെ കടുത്ത സമ്മർദ്ദം മോദി സർക്കാരിന് മേലുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി ഒരിക്കൽ കൂടി ഒരു ദുരന്തം ഇത്തരത്തിലുണ്ടാകാൻ പാടില്ല എന്ന് ദീപു ചന്ദ്രദാസ് എന്ന യുവാവിൻ്റെ കൊലപാതകത്തിന് പിന്നാലെ തന്നെ RSSന്റെ സർസംഘചാലക് മോഹൻജി ഭഗവത് വ്യക്തമാക്കിയതാണ്. ലോകത്ത് തന്നെ ഹിന്ദുക്കൾ ഒന്നിക്കണം. ഒരു രാജ്യത്ത് ആ രാജ്യത്തെ മതന്യൂനപക്ഷം എന്ന പേരിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്നത് കൊടിയ ക്രൂരതകളും യാതനകളുമാണ്. അത് കണ്ട് കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് അവിടെയുള്ള ഭരണകൂടം. തീവ്രവാദികൾക്ക് വേണ്ടി, കൊലപാതകൾക്ക്, പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു രാജ്യമായി ബംഗ്ലാദേശ് മാറിയിരിക്കുന്നു. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദു ഉണരണം, ലോകത്തെ മുഴുവൻ ഹിന്ദുക്കളും ഈ അനീതിക്കെതിരെ ഉണരണമെന്നായിരുന്നു മോഹൻജി ഭാഗവത്തിൻ്റെ വാക്കുകൾ. അതിന് പിന്നാലെയാണ് ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായ മുന്നറിയിപ്പ് ബംഗ്ലാദേശിന് നൽകിയത്. ഇനിയും ന്യൂനപക്ഷ വേട്ട തുടർന്നാൽ ഇന്ത്യക്ക് സൈനികപരമായ നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ ചില അനുനയ നീക്കങ്ങൾ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 10ലധികം പേരെ പിടികൂടിയെന്നും യഥാർത്ഥ പ്രതികളെയാണ് പിടികൂടിയതെന്നും കൃത്യമായി തന്നെ ഇന്ത്യൻ സർക്കാരിനെ ബംഗ്ലാദേശ് അറിയിച്ചു. ഇതിനുശേഷം ഇന്ത്യയുമായി ഒരു സൗഹൃദ ചർച്ചയ്ക്ക് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് തന്നെ ശ്രമിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്നും 50,000 ടൺ അരി നൽകണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഭരണകൂടം ഔദ്യോഗികമായി ഇന്ത്യക്ക് കത്തു നൽകി. ഈ സാഹചര്യം നിലനിൽക്കെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും അമൃത് മണ്ഡൽ എന്ന് പറയുന്ന ഒരു യുവാവിനെ രാജ്പാരി ജില്ലയിൽ ജനക്കൂട്ടം തല്ലിക്കൊന്നത്. അതും തീവ്ര ഇസ്ലാമിസ്റ്റുകളും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരന്മാരും അടക്കമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ഉള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതിനുള്ള ശിക്ഷ ബംഗ്ലാദേശിന് നൽകിയേ തീരൂ. ഇത്തരത്തിൽ നിരന്തരമായി ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞു പിടിച്ച് വധിക്കുന്ന, അതും അതിക്രൂരമായി വധിക്കുന്ന ബംഗ്ലാദേശിൻ്റെ ഈ നടപടി, ഈ തീവ്രവാദ നടപടി താലിബാൻ പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ കൊടും ഭീകരവാദികൾ പോലും ചെയ്യാത്ത തരത്തിൽ ഹിന്ദുക്കളെ ഇത്രത്തോളം ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടും ഭീകരതയ്ക്കെതിരെ വാക്കുകൊണ്ടല്ല ആയുധം കൊണ്ടാണ് മറുപടി പറയേണ്ടത് എന്ന് ഇന്ത്യയിൽ ഒരു പൊതുവികാരം ഉണ്ടായിരിക്കുന്നു. ബംഗ്ലാദേശ് എന്ന രാജ്യത്തിനെതിരെ അതിശക്തമായ ഒരു നടപടി വേണം. ഇക്കാര്യത്തിൽ ഇനി ഒരിക്കൽ കൂടി ഒരു ഹിന്ദുവിൻ്റെ ശരീരത്തിൽ കൈവയ്ക്കാൻ ബംഗ്ലാദേശിലെ ഭീകരവാദികൾ, ജമാഅത്തെ ഭീകരവാദികൾ തയ്യാറാകരുത് എന്ന തരത്തിലുള്ള ഒരു വലിയ വികാരമാണ് ഇന്ത്യയിലുടനീളം ഉയർന്നു വരുന്നത്. ലോകത്തിൽ തന്നെ ബംഗ്ലാദേശിനെതിരെ വലിയ പ്രക്ഷോഭം ഉയർന്നിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷ വേട്ട, ആ ഹിന്ദു ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്നു. എന്തായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം തന്നെയാണ് RSS അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണകൂടം ഇടപെടണം. ബംഗ്ലാദേശിനെ പോലെ ഒരു രാജ്യത്തെ, ഒരു അയൽ രാജ്യത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ പേരിൽ, അല്ലെങ്കിൽ ഹിന്ദുക്കളായതിൻ്റെ പേരിൽ ഇത്രത്തോളം കൊടിയ പീഡനങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരുമെങ്കിൽ സ്വാഭാവികമായും ഈ ഇന്ത്യക്കകത്തുള്ള ബംഗ്ലാദേശികളെ മുഴുവൻ ഇതേ തരത്തിൽ ഇന്ത്യ പരിഗണിക്കേണ്ടതാണ്. പക്ഷേ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട്, മനുഷ്യത്വമുള്ള ഒരു ഭരണകൂടമായതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഇന്ത്യയിലെ ബംഗ്ലാദേശികളോട് ഇന്ത്യ കാണിക്കുന്നില്ല. പക്ഷേ ഇത് കയ്യും കെട്ടി നോക്കിയിരിക്കാനോ ഇതിനെതിരെ പ്രസ്താവനകൾ കൊണ്ട് മാത്രം പ്രതികരണം നടത്തിയിട്ടോ കാര്യമില്ല എന്നാണ് ഇന്ത്യയിലെ വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള, ബജ്രംഗ് ദൾ അടക്കമുള്ള വലിയ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഇനിയും ഈ ഹിന്ദുവേട്ട കണ്ടിരിക്കാനാകില്ല. ഈ ബംഗ്ലാദേശ് എന്ന ഭീകര രാജ്യത്തിന്, ബംഗ്ലാദേശിലെ ഈ ഭീകരന്മാർക്ക് ഇതിനുള്ള തിരിച്ചടി നൽകിയിരിക്കണം. ഇനി ഒരു ഹിന്ദുവിൻ്റെ ശരീരത്തിൽ തൊടാൻ പോലും ഇവർ ഭയക്കണം. അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു താക്കീതും ഒരു തിരിച്ചടിയുമായിരിക്കണം ഈ ജമാഅത്തെ ഇസ്ലാമി ഭരണകൂടത്തിന് നൽകേണ്ടത്. വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശ് വിടാനൊരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് യൂനിസ് കളം വിടാനൊരുങ്ങുന്നു. അതുമാത്രവുമല്ല, ബീഗം ഖാലിദാസിയുടെ മകൻ താരിഖ് അൻവർ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ എത്തിയിരിക്കുന്നു. വലിയ ജനകീയ സ്വീകരണമാണ് താരിഖ് അൻവറിന് ലഭിച്ചത്. 2026 ഫെബ്രുവരിയിൽ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ബംഗ്ലാദേശ്. ആ തെരഞ്ഞെടുപ്പിൽ താരിഖ് അൻവറിൻ്റെ പാർട്ടി, ബീഗം ഖാലിദാസിയുടെ മകനായ താരിഖ് അൻവറിൻ്റെ
ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി BNP മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ BNPക്ക് അധികാരം ലഭിക്കും. ആ സാഹചര്യത്തിൽ താൻ പുറത്താകുമെന്നും താൻ ചിലപ്പോൾ ജയിലിൽ അയക്കാമെന്നും മുഹമ്മദ് യൂനിസിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് രാജ്യം വിടാനാണ് മുഹമ്മദ് യൂനിസിന്റെ തീരുമാനം. ഇതുകൂടാതെ ഇത്രയും വലിയ ഇസ്ലാമിക തീവ്രവാദ രാജ്യമാക്കി ബംഗ്ലാദേശിനെ മാറ്റിയതിലുള്ള വിരോധം ജനങ്ങൾക്ക് മുഹമ്മദ് യൂനിസിനോടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അജ്ഞാതന്റെ ആക്രമണം അടുത്തത് യൂനിസിന് നേരെ ആയിരിക്കാമെന്നുള്ള ഭയവും മുഹമ്മദ് യൂനിസിനുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് യൂനിസ് ഇപ്പോൾ രാജ്യം വിടാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹിന്ദു വേട്ടയിൽ ബംഗ്ലാദേശിന് തിരിച്ചടി നൽകാൻ ഒരുങ്ങി ഇന്ത്യ. അതിർത്തിയിലേക്ക് കൂടുതൽ സേനാ വിന്യാസം നടത്തുന്നു. ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് കൂടുതൽ BSFന്റെ ട്രൂപ്പുകൾ ഇറങ്ങുകയാണ്. ഡ്രോണുകളടക്കം നിരീക്ഷണ പറക്കലുകൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ 2 ചെയ്യുന്നത് ബംഗ്ലാദേശിനെതിരെ ആയിരിക്കുമോ? പാകിസ്ഥാനെ തൽക്കാലം ഒഴിവാക്കി ബംഗ്ലാദേശിനെതിരെ ഒരു ആക്രമണത്തിന് ഇന്ത്യ തയ്യാറെടുക്കുന്നുണ്ടോ? ധാക്കയിലേക്ക് ഇന്ത്യയുടെ സൈനിക നീക്കം ഉണ്ടാകുമോ? ഇതാണ് ലോകം ഉറ്റുനോക്കുന്ന ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും രണ്ടാമത്തെ ഒരു ഹിന്ദു യുവാവിനെ കൂടി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതോടുകൂടി ഇനി ബംഗ്ലാദേശിനെ വെറുതെ വിടേണ്ടതില്ല എന്നാണ് ഇന്ത്യയുടെ നീക്കം. ഇന്ത്യയുടെ അടുത്ത നടപടി എന്ത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. ഇനി ഒരിക്കൽ കൂടി ഒരു ദുരന്തം ഇത്തരത്തിലുണ്ടാകാൻ പാടില്ല എന്ന് ദീപു ചന്ദ്രദാസ് എന്ന യുവാവിന്റെ കൊലപാതകത്തിന് പിന്നാലെ തന്നെ RSSന്റെ സർസംഘചാലക് മോഹൻജി ഭഗവത് വ്യക്തമാക്കിയതാണ്. ലോകത്ത് തന്നെ ഹിന്ദുക്കൾ ഒന്നിക്കണം. ഒരു രാജ്യത്ത് ആ രാജ്യത്തെ മതന്യൂനപക്ഷം എന്ന പേരിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്നത് കൊടിയ ക്രൂരതകളും യാതനകളുമാണ്. അത് കണ്ട് കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് അവിടെയുള്ള ഭരണകൂടം. തീവ്രവാദികൾക്ക് വേണ്ടി കൊലപാതകൾക്ക് പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു രാജ്യമായി ബംഗ്ലാദേശ് മാറിയിരിക്കുന്നു. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദു ഉണരണം. ലോകത്തെ മുഴുവൻ ഹിന്ദുക്കളും ഈ അനീതിക്കെതിരെ ഉണരണമെന്നായിരുന്നു മോഹൻജി ഭാഗവത്തിന്റെ വാക്കുകൾ. അതിന് പിന്നാലെയാണ് ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായ മുന്നറിയിപ്പ് ബംഗ്ലാദേശിന് നൽകിയത്. ഇനിയും ന്യൂനപക്ഷ വേട്ട തുടർന്നാൽ ഇന്ത്യക്ക് സൈനികപരമായ നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ ചില അനുനയ നീക്കങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 10ലധികം പേരെ പിടികൂടിയെന്നും യഥാർത്ഥ പ്രതികളെയാണ് പിടികൂടിയതെന്നും കൃത്യമായി തന്നെ ഇന്ത്യൻ സർക്കാരിനെ ബംഗ്ലാദേശ് അറിയിച്ചു. ഇതിനുശേഷം ഇന്ത്യയുമായി ഒരു സൗഹൃദ ചർച്ചയ്ക്ക് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് തന്നെ ശ്രമിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്നും 50,000 ടൺ അരി നൽകണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഭരണകൂടം ഔദ്യോഗികമായി ഇന്ത്യക്ക് കത്തു നൽകി. ഈ സാഹചര്യം നിലനിൽക്കെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും അമൃത് മണ്ഡൽ എന്ന് പറയുന്ന ഒരു യുവാവിനെ രാജ്പാരി ജില്ലയിൽ ജനക്കൂട്ടം തല്ലിക്കൊന്നത്. അതും തീവ്ര ഇസ്ലാമിസ്റ്റുകളും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരന്മാരും അടക്കമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ഉള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതിനുള്ള ശിക്ഷ ബംഗ്ലാദേശിന് നൽകിയേ തീരൂ. ഇത്തരത്തിൽ നിരന്തരമായി ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞു പിടിച്ച് വധിക്കുന്ന, അതും അതിക്രൂരമായി വധിക്കുന്ന ബംഗ്ലാദേശിൻ്റെ ഈ നടപടി, ഈ തീവ്രവാദ നടപടി താലിബാൻ പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ കൊടും ഭീകരവാദികൾ പോലും ചെയ്യാത്ത തരത്തിൽ ഹിന്ദുക്കളെ ഇത്രത്തോളം ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടും ഭീകരതയ്ക്കെതിരെ വാക്കുകൊണ്ടല്ല ആയുധം കൊണ്ടാണ് മറുപടി പറയേണ്ടത് എന്ന് ഇന്ത്യയിൽ ഒരു പൊതുവികാരം ഉണ്ടായിരിക്കുന്നു.